HR ജോബുകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അതിൽ പേറോൾ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിക്രൂട്ടർ ഉണ്ട്, HR എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇവയൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? HR ആക്ച്വലി ഈ 3 ഡെസിഗ്നേഷൻ മാത്രമല്ല, ഇതിനേക്കാളും ഡെസിഗ്നേഷൻസ് ഉണ്ട്. ഓർഗനൈസേഷൻസിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡെസിഗ്നേഷൻസിൻ്റെ എണ്ണം കൂടുക. ഒരു എംപ്ലോയിയെ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുതൽ ആ എംപ്ലോയിയുടെ എക്സിറ്റ് പ്രോസസ്സ് വരെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത്, HR ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ പ്രോസസ്സുകൾ, ഇപ്പോൾ എംപ്ലോയി റിക്രൂട്ടർ എന്ന് പറയുന്നത് എന്താണ്, പുതിയ ആളുകൾ റിക്രൂട്ട് ചെയ്യുക. അത്രയും എംപ്ലോയീസ് റിക്രൂട്ട് ചെയ്യാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റിന് മാത്രം ആളുണ്ടാവും. പിന്നെ അവർ അത്രയും ആളുകളുടെ പേറോൾ മാനേജ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും, അവിടെ പേറോൾ മാത്രം മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, ആൾ വേണ്ടി വരും. അല്ലെങ്കിൽ ആളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്പർ ഓഫ് എംപ്ലോയീസിന് എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു HR എക്സിക്യൂട്ടീവ്, HR ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഡെസിഗ്നേഷൻസ് കുറച്ചും കൂടി എന്താണ്, ഒരു മിഡ് സൈസ് കമ്പനീസിൽ HRൻ്റെ ഓൾമോസ്റ്റ് ഫങ്ഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു ഡെസിഗ്നേഷൻസ് ആണ്. അവരുടെ സ്റ്റാർട്ടിങ് മുതൽ ആ ഗ്യാപ്പ് ഐഡൻറ്റിഫിക്കേഷൻ മുതൽ എക്സിറ്റ് വരെയുള്ള പ്രോസസ്സുകളിലൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ജോബ് റോളും കൂടിയാണ് HR എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടും കൂടിയാണ് ഗ്രോലേൺ എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഒരു ജോബ് റോളിനെ ഒരു കോഴ്സ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്.